ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിലാണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള ഡേറ്റൊക്കെ അടുത്തു. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടി എടുക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ രാവിലെ എണീറ്റു ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹോംലി ഫീലൊക്കെ കിട്ടുമ്പോൾ എന്ത് രസമല്ലേ. നമ്മുടെ വെള്ളവും നാടും മഴയൊക്കെ, അവിടെ ഇതെല്ലാം മിസ് ചെയ്യും. തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും പപ്പ അതാ രാവിലെ എണീറ്റു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വെറുതെ കുറച്ച് നേരം ഇങ്ങനെ നടക്കാമെന്ന് ഓർത്തു. എനിക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടമാണ് കേട്ടോ. അധികം വെയിലില്ല, ചൂടില്ല, ചെറിയൊരു മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്ന് മിക്ക ദിവസവും മഴയായിരുന്നു. കുറച്ച് ദിവസമൊക്കെ വെയിൽ തെളിഞ്ഞിട്ടുള്ളായിരുന്നു. എപ്പോൾ വേണേലും മഴ പെയ്യാം, അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. മഴയൊക്കെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഞാൻ വെറുതെ കുറേ നേരം മുറ്റത്തൂടിയൊക്കെ നടന്നു. കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ പറമ്പിൽ. പപ്പായ, കമ്പിളി നാരങ്ങ എന്നാണ് ഇവിടെ പറയുന്നത്. ചിലയിടത്ത് ബബ്ലൂസ് നാരങ്ങ അങ്ങനെ എന്തൊക്കെ പറയുമെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് നേരം നടന്നു. മമ്മി എന്ത് ചെയ്ത് നോക്കി, ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഴ തുടങ്ങിക്കഴിഞ്ഞു. മമ്മി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെയാണ്. ഇന്ന് കപ്പയാണ് രാവിലെ. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയുമായി ഞാൻ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പതുക്കെ അവിടെ അതിരുന്ന് കുടിക്കും. നല്ല ചൂട് ഗ്രീൻ ടീ. എനിക്ക് കാപ്പി ചായ അധികം ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞില്ലെങ്കിലും കൊണ്ടുതരും. അപ്പോൾ പിന്നെ കുടിച്ചേ പറ്റുള്ളൂ. പിന്നെ പപ്പ കപ്പ നന്നായിട്ട് ഇളക്കി തരുന്നുണ്ട്. പപ്പ മമ്മി മാറി മാറി കപ്പയൊക്കെ മിക്സ് ചെയ്തു. പിന്നെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, തലേ ദിവസത്തെ മത്തിക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്, കപ്പയും മീൻകറിയും. എല്ലാവരും പറയുന്ന പോലെ മീൻകറിയൊക്കെ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ലേ. ഞങ്ങൾ 3 പേരോടെ ഇരുന്ന് കപ്പയും മീൻകറിയും കഴിച്ചു. ഞാനിത് ഫുള്ള് കഴിച്ചില്ല, പകുതിയേ കഴിച്ചുള്ളൂ. മീൻ വറുത്തതും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് ഓർത്തു. ഞാൻ പോകേണ്ട ദിവസമായ കാരണം നമുക്കൊന്ന് പുറത്തൊക്കെ പോകണം. ചെറിയ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ട്. പപ്പ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും മമ്മിയും കുറേ കത്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇത് എൻ്റെ ഒരു ഗ്രീൻ ഷർട്ടാണ്. ഞാൻ വെറുതെ മമ്മിക്ക് അതൊന്ന് ഇടാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പുറത്തേക്ക് പോവുക. അതിന് വേണ്ടി ഞാനും മമ്മിയും കൂടെ ഒന്ന് റെഡിയായി. അപ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞു കേട്ടോ. ചെറിയൊരു വെയിലൊക്കെ ആയി. നമ്മളെന്നാൽ ഒത്തിരി ലേറ്റ് ആക്കണ്ടെന്ന് ഓർത്തു. രാവിലെ തന്നെ പോയിട്ട് ഇങ്ങ് വരാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും റെഡിയായി. ഒത്തിരി ലേറ്റ് ആകുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങാമെന്ന് ഓർത്തു. ഞാനും മമ്മിയും കൂടെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളങ്ങ് നടന്നു തുടങ്ങി. പക്ഷേ അങ്ങ് വരെ നടക്കേണ്ട വന്നു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബസ് കയറി നേരെ കറുകച്ചാലെത്തി. ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ബസ് ബേക്കേഴ്സിലാണ് കയറിയത്. ഓരോ നാരങ്ങ വെള്ളം കഴിച്ചു ഞാനൊരു കട്ട്ലറ്റും കഴിച്ചു. ഭയങ്കര ഐസ് ഇട്ട് കാരണം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തോ പറ്റിയൊരു ഈച്ച എൻ്റെ കയ്യിൽ വന്നിരുന്നു. സോ എനിക്കതിനെ കൊല്ലാൻ തോന്നിയില്ല. ഞാൻ പിന്നെ അതിനെ ആ ടേബിളിലോട്ട് തന്നെ വെച്ചു. അങ്ങനെ നെക്സ്റ്റ് നമ്മളൊരു ആയുർവേദ കടയിൽ കയറി. മറ്റേ ദശമൂല അരിഷ്ടമില്ലേ, അതൊക്കെ മേടിച്ചു. പിന്നെ എനിക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു ചെരുപ്പ് വേണമായിരുന്നു, അപ്പോൾ അത് മേടിച്ചു. പിന്നെ ചെറിയ ഷോപ്പിംഗ്, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. നമ്മളിങ്ങനെ ഷോപ്പിംഗ് ഓരോന്നായി കഴിഞ്ഞു. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ചോറുണ്ടായിരുന്നു. ആ ഒരു തിരക്ക് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ 2 പേരും കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് വീണ്ടും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നല്ലൊരു ചൂട് കാപ്പി കുടിച്ചു. ഞാൻ കുറച്ച് കാപ്പിയേ കുടിക്കാറുള്ളൂ, എനിക്കധികം താല്പര്യമില്ല. എനിക്കിഷ്ടമാണെങ്കിൽ തന്നെയും ഞാൻ അവോയ്ഡ് ചെയ്യും ചായയും കാപ്പിയും മാക്സിമം. പിന്നെ വീട്ടിലിരിക്കുമ്പം ഇങ്ങനെ നമ്മൾ കുടിച്ചു പോകും. പിന്നെ ഇതെന്താ, കാടമുട്ട പുഴുങ്ങി തന്നു. അത് ഞാൻ കഴിച്ചു. ഒരെണ്ണാന്ന് തോന്നുന്നു ഞാൻ മമ്മിക്കും കൊടുത്തു. മമ്മിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ബാക്കി ഞാനും കഴിച്ചു. അങ്ങനെ വീണ്ടും മഴയുടെ ഒരു കോളൊക്കെയായി. ഞാൻ മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ കൈല പക്ഷികളുണ്ട് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമാണ്. പിന്നെ ഇത് നമ്മുടെ ഗപ്പി ഇതിനകത്ത് കിടപ്പുണ്ട്. 3-4 എണ്ണേ ഉള്ളൂ. അത് പക്ഷെ എല്ലാം ആണാന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല.
ഞാനിങ്ങനെ നോക്കുമായിരുന്നു കാണാൻ പറ്റുമോ എന്നൊക്കെ. എനിക്കിങ്ങനെ ഇഷ്ടമാണ് മുറ്റത്തൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മമ്മി പറഞ്ഞു കുറച്ച് കറിവേപ്പില വേണമെന്ന്. അപ്പം ഞാൻ എന്താ കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് പോയി. നമ്മുടെ മത്തി കുറച്ചുകൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. മമ്മി അത് തേങ്ങയൊക്കെ ഇട്ട് പറ്റിക്കത്തില്ലേ, അങ്ങനെ കറി വെക്കാൻ പോവുക. അപ്പം മമ്മിക്ക് വേണ്ട കറിവേപ്പിലയൊക്കെ ഞാൻ എന്താ എടുത്തു കൊടുക്കുക. മത്തി ഇങ്ങനെ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും ഇച്ചിരി ഇഞ്ചിയും ഒക്കെ ഇട്ട് അരപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് മമ്മി ഇത് കുക്ക് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പിന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നാൽ കുളിക്കാമെന്ന് ഓർത്തു. നല്ല തലയെല്ലാം കഴുകി നന്നായിട്ട് കുളിക്കാമെന്ന് ഓർത്തു. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തേച്ചു. ഇവിടെ വന്ന് ഞാൻ മിക്ക ദിവസവും തല കഴുകിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ വെള്ളത്തിൽ കുളിക്കാനൊരു പ്രത്യേക സുഖമല്ലേ. ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ തല നനയ്ക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്ത് ഞാൻ മിക്കവാറും തല കഴുകുമായിരുന്നു നാട്ടിലായിരുന്നപ്പം. അങ്ങനെ എൻ്റെ എണ്ണത്തേപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ തേച്ച് അല്പനേരം നമ്മളിങ്ങനെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ, ഉടനെ പോയി കുളിക്കാതെ. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മമ്മിയുടെ മീനൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ കുറച്ച് കറ്റാർവാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ ഫേസിലും തലയിലും ഒക്കെ തേക്കാം. ഞാൻ ഇടയ്ക്ക് തേക്കും. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ വന്നു. ഞാനും മമ്മിയും കൂടെ കുരിശ് വരയ്ക്കാൻ പോവുകയാണ്. ഒരു 6:30-7 മണിയായി കാണും. ഞങ്ങൾ കുരിശ് വര കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ജോലി കഴിഞ്ഞ് വന്നു. ഇതിന് ആത്തച്ചക്ക എന്നാണ് പറയുന്നത് എല്ലായിടത്തും, സീതപ്പഴം. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരോടും ഷെയർ ചെയ്താണ് കഴിച്ചത്. ഞാനാണ് 3/4 ഭാഗവും കഴിച്ചു. പിന്നെ അവർക്കും കൊടുത്തു ഞാൻ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ പെട്ടി നൈസായിട്ടൊന്ന് മേടിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ ഓർത്തു. പിന്നെ അതിൻ്റെ വെയിറ്റൊക്കെ നോക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 1-2 ഫോണൊക്കെ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു. വെയിറ്റ് നോക്കി വലിയ കുഴപ്പമില്ല. ഇനിയും കുറച്ച് സാധനങ്ങളൂടെ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ചോറും മോരും നല്ല മത്തിയും തോരനും ഒക്കെ ആയിട്ട് നമ്മുടെ ചോറൂണും കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി എൻ്റെ ഒരു ദിവസം. ടാറ്റാ.